അപ്പോൾ ഗായ്സ്, പോർച്ചുഗൽ തോറ്റിട്ടുണ്ട്. ലൈക്ക് ഐ സെഡ് ഏർലിയർ, പോർച്ചുഗലിൻ്റെ ആ ഒരു കളി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഐ മീൻ സ്പെയിൻ നല്ല ടഫ് ടീമാണ്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കറിയാൻ തോക്കുന്നു, കാരണം സ്പെയിൻ നല്ലൊരു നല്ല ടീമാണ്, നല്ല കെമിസ്ട്രി ഉള്ള ടീമാണ്. ബട്ട് പോർച്ചുഗലിന് നമ്മൾ കുറച്ച് മിഡ്ഫീൽഡ് ആണെങ്കിലും ആ ഒരു കെമിസ്ട്രി വർക്കാവുന്നില്ല. പിന്നെ റൊണാൾഡോ ആണ് ഇത്ര 41 years ഏജിലായിട്ടുള്ള ആളാണ്. ബട്ട് എനിവേസ് കഴിഞ്ഞു. എനിക്ക് ഫ്രാൻസിലാണ് പ്രതീക്ഷ, കാരണം എൻ്റെ പ്ലെയർ കിലിയൻ എംബാപ്പെ ആണ് എൻ്റെ പ്രതീക്ഷ. അവൻ തൂക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിവേസ് ലെറ്റ്സ് സീ. നമ്മൾ ഡ്രൈവിന് പോവാണ്, നമ്മുടെ ഡോഡ്ജ് ഡുറങ്കായിട്ട്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് സ്പോർട്സ് മോഡ് ഓൺ ആക്കാം. സോ നമുക്ക് സ്പോർട്സ് മോഡ് ഓൺ ആണ്. സോ ഗൈസ്, നമുക്കെന്നാ റൈഡ് തുടങ്ങാം. പോർച്ചുഗൽ എന്തായാലും തോറ്റല്ലേ, നമുക്കെന്നാ വിഷമം മാറ്റാനായിട്ട് നമുക്ക് ഹൈവേയിൽ ഒന്ന് പറപ്പിക്കാം. നമുക്ക് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു G-Wagon. നമുക്ക് അവനെ ഒന്ന് സെറ്റാക്കാം, നോക്കാം സെറ്റാക്കാൻ പറ്റുമോ. അതിൻ്റെ നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാം. ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യാൻ ആരുമില്ല. ലെറ്റ്സ് ഗോ. നമുക്ക് ഫാസ്റ്റ് ലൈനിൽ കയറാം. ഉദ്ദേശിച്ചാൽ അങ്ങനെ പറപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര. സോ നമ്മളൊരു 130-150 റേഞ്ചിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ട് ഇത് എന്താണ് ഭയങ്കര ട്രാഫിക്കാണല്ലോ. ഗൈസ്, മുട്ടൻ തിരക്കാണ്. ക്ലൈമറ്റുമാണ് ഇന്ന്, സെറ്റാണ്, അതെല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് പറപ്പിക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഫുൾ വണ്ടിയാണ്, ഫുൾ വണ്ടി, ഫുൾ ഓഫ് ട്രാഫിക് ഗൈസ്. പറപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. But you can enjoy the view. അതൊക്കെ പറയാനുള്ളൂ. കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒന്നെങ്കിൽ മോർണിംഗ് വരണം, മോർണിംഗ് അല്ലെങ്കിൽ ഒരു 11 o'clock 12 o'clock ആകുമ്പോൾ കുറച്ചും കൂടെ ഹൈവേ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നൈസായിട്ട് ഓടിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ചിക്കൻ സീ കണ്ടു, ഫുൾ വണ്ടിയാണ് എൻ്റെ പുറകിലെല്ലാം. ഞാൻ എന്നാൽ പതിയെ ലൈൻ ചേഞ്ച് ചെയ്തിട്ട് തന്നെ ഫാസ്റ്റ് ലൈനിലേക്കൂടെ അപ്പുറത്തെ ഏറ്റവും ലെഫ്റ്റ് ലൈനിൽ പോകണം. സോ അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. ഞാൻ ഒട്ടും പ്രതീക്ഷ, ഞാൻ അടുത്ത് പറയണം പോർച്ചുഗൽ 2-1 ജയിക്കുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് ചെയ്യാനാണ് ഗൈസ്, തോറ്റുപോയി. ഐ മീൻ മിഡ്ഫീൽഡേഴ്സിനൊക്കെ കുറച്ചുകൂടെ നൈസായിട്ടൊന്ന് പെർഫോം ചെയ്യായിരുന്നു. പിന്നെ ന്യൂനോ മെൻഡസിൻ്റെ ഇഞ്ചുറിയും വന്നു. അതോടെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. അത് പോയോ, പുള്ളിക്കാരൻ ഇഞ്ചുറി ആയി പോയത്ര എൻ്റെ ഹോപ്പ് പൈതിയെ പോയി തുടങ്ങി. സോ നമുക്ക് ഒത്തിരി ചാൻസസ് ഉണ്ടായിരുന്നു, നമ്മൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിവേസ് ഡിയോഗോ കോസ്റ്റ വെൽ പെർഫോം, എല്ലാ കളിയിലും നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. ബിസൈഡ് ദാറ്റ് റൊണാൾഡോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്താ പറയുക, he's aged 41 years old. What do you expect from him? കുഴപ്പമില്ല, നമുക്കിനി പറപ്പിക്കാം. അല്ല വേറെ വഴിയില്ല ഗൈസ്, പറപ്പിക്കാം. എന്ത് മൈരാണ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. 180 എത്തിക്കാണ് നൈസായിരുന്നു. 200 എത്തിക്കില്ലേ, കണ്ട അവിടെ അത്രയും ട്രാഫിക് കിടക്കും, മനസ്സിലായോ? അതാണ് പ്രശ്നം. കുഴപ്പമില്ല. എനിവേസ് ഞാൻ തന്നെ വീഡിയോ നിർത്തുവാണ്. ഓക്കെ ഗൈസ്, ഞാൻ ചിലപ്പം യൂട്യൂബ് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം വലിയതായൊരു വ്ളോഗോ അല്ലെങ്കിൽ ട്രിപ്പോ ഒന്നും അല്ല. ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് ഇറങ്ങിയതാണ്. മാച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് ജസ്റ്റ് ഒന്ന്
മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് ഡ്രൈവിന് പോയതായിരുന്നു. ഓക്കെ ഗൈസ്, എന്നാൽ കാണാം. മുടിയെ കളർ ചെയ്തൊക്കെ നമ്മൾ ഈ ഫുള്ള് സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ നൈസായിട്ട് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഡോഡ്ജ് ഒന്ന് റെവ് ചെയ്യാം. ഒച്ച കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി വണ്ടി ഓടുന്നുണ്ടേ. എനിക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ വീഡിയോ ഇനി നോക്കേണ്ടി വരും തോന്നുന്നു. അല്ല, നമ്മൾ ന്യൂട്രൽ ഇടുമ്പോൾ എന്താ സംഭവിക്കും? പിന്നെ